ഹായ് ഫ്രണ്ട്സ്, മുഖ്യമന്ത്രി ഓണസദ്യക്ക് വിളിച്ചു. പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ പോയി സദ്യ കൊണ്ടു സന്തോഷമായി മടങ്ങി. ഏതായാലും സുധാകരൻ അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല, ശരിയായില്ലെന്ന് പറഞ്ഞു. സുധാകരനായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി വിളിക്കത്തുമില്ല, അതെങ്ങോട്ട് പോകത്തുമില്ല, അത് വേറെ വിഷയം. ഏതായാലും സതീശന് ഇത്തരം കാര്യങ്ങൾ വലിയ ഭാവമൊന്നുമില്ല, ആര് വിളിച്ചാലും പോവും. നാളേക്ക് 40 വട്ടം ചീത്ത വിളിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വിളിച്ചു. SNDPയുടെ പരിപാടിക്ക് സതീശൻ പോയി, ഒരിടത്തല്ല 2 സ്ഥലത്ത്. പുറമേ പറയുമ്പോ എന്തൊരു ശത്രുക്കളാണെന്നറിയോ വെള്ളാപ്പള്ളിയും സതീശനും. പക്ഷേ കാര്യത്തിലെടുക്കുമ്പോ എല്ലാം ഒന്ന്. കാര്യത്തിലെടുക്കുമ്പോ ശ്രീമാൻ സതീശനും ശ്രീ വെള്ളാപ്പള്ളിയും ശ്രീ പിണറായി വിജയനും എല്ലാം ഒന്ന്. നല്ല കാര്യമാണ്. അതോടെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നോ ജാതി സ്പിരിറ്റ് എന്നോ ഒക്കെ പറയാം. ഇതിനാണ് വടമക്കാർ പറയുന്നത് വാണിയം കളി എന്ന്. പുറമേ വാണിയനും വാണിയത്തിനും ഭയങ്കര ശത്രുക്കളായിരിക്കും. കളി അവതരിപ്പിക്കുമ്പോൾ, കളി കഴിയുമ്പോൾ സ്റ്റേജിന് പുറകെ കെട്ടിപ്പിടിക്കും. കെട്ടിയോളല്ലേ എന്ന് പറയുന്നത് പോലെ ഈ സതീശൻ വെള്ളാപ്പള്ളി പിണറായി അണ്ടർസ്റ്റാൻഡിങ്, അന്തർധാര ശക്തമായിരുന്നുവെന്ന് സിനിമയിൽ പറയുന്ന പോലെ ശക്തമായി അന്തർധാരയാ. അതന്നെ കാര്യം. ഏതാണെങ്കിലും ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പറ്റി മുഖ്യമന്ത്രി ഒരു തള്ളുതള്ളി കഴിഞ്ഞ ദിവസം. ശ്രീനാരായണ ഗുരുവിന്റെ അവതാര പുരുഷനായിട്ട് അവതരിപ്പിച്ചത്, നാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ പ്രാവർത്തികമാക്കിയ ആള് എന്ന് പറഞ്ഞ അവതാര പുരുഷൻ എന്നല്ല പറ്റെന്താ പറയേണ്ടത്? അത്രയും വലിയ തള്ളായിരുന്നോ? അല്ല, അവതാര പുരുഷനായിരിക്കാം ഒരുപക്ഷെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ തീരുകയില്ല. മൈക്രോ ഫിനാൻസ് മുതൽ ഇങ്ങോട്ട് നീണ്ട ലിസ്റ്റാണ്. ഈ വീഡിയോ മതിയാവുകയില്ല പറഞ്ഞു തീർക്കാനായിട്ട്. അതും വെള്ളാപ്പള്ളിയെ പോലുള്ള മഹത് പുരുഷനെ പറ്റി. പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ വെള്ളാപ്പള്ളിക്ക് നൽകുന്ന അമിത പ്രാധാന്യം ഇടതുപക്ഷ മുന്നണിയിലെ മറ്റു പലർക്കും ദഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ തോളിലേറ്റ് നടക്കുന്ന കോൺഗ്രസിന്റെ അവസ്ഥ നാളെ CPM-ന് വരാതിരുന്നാൽ നന്ന്. മുസ്ലിം ലീഗിന് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കോൺഗ്രസ് പരുവത്തിലെത്തിയത്. 5-ാമത്തെ പോലെ ഇങ്ങോട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. മുസ്ലിം ലീഗ് എന്ത് പറഞ്ഞാലും കോൺഗ്രസ് കേൾക്കണമല്ലോ. അതാണ് അവരുടെ സ്വാധീനം എന്ന് പറയുന്നത്. അത്രമാത്രം MLA-മാരുണ്ട്. കോൺഗ്രസിന് എത്രയുണ്ട്? 10-20 പേരെ ആകെയുള്ളൂ. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ രക്തം കുടിച്ചാണ് മുസ്ലിം ലീഗ് വളരുന്നത്. ഒരു സംശയം വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മലപ്പുറത്തോ വയനാടോ മാത്രമുള്ള പാർട്ടിയല്ല. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ശക്തമായ സ്വാധീനമുണ്ട്. ത്രിതല പഞ്ചായത്തിൽ, കോട്ടയത്തും ഇടുക്കിയിലും ഒക്കെ ശക്തമായ സ്വാധീനമുണ്ട് അവർക്കിപ്പോ. കോൺഗ്രസിനോ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട എവിടെ? അസ്ഥിപഞ്ജരം മാത്രം, അങ്കുലീ പരിമിതം മാത്രം. അതേ അവസ്ഥ CPM-ന് നാളെ ഉണ്ടായിക്കൂടായില്ല. SNDP-യെയും വെള്ളാപ്പള്ളി നടേശനെയും ഒക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടന്നാൽ അത് പണ്ട് കാണിച്ച ചരിത്ര മണ്ടത്തരം പോലെ ആവുകയില്ലെന്ന് സംശയിക്കുന്നു. ശ്രീ ജ്യോതി ബാസുവിനും പ്രധാനമന്ത്രിയാകാൻ അവസരം ഒത്തുവന്നതാ, പക്ഷെ ആയില്ല. ആദർശം പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് ഇടതുപക്ഷത്തിന് 100ഓളം MP-മാരുണ്ടായിരുന്നു. ഇപ്പോഴോ അങ്കുലീ പരിമിതം, വിരലെണ്ണാൻ മാത്രം. അതാണ് ചരിത്ര മണ്ഡലത്തിന് പ്രത്യേകത എന്ന് പറയുന്നത്. ഒരുപക്ഷെ ജ്യോതി ബാസു ഒരു ഇടതുപക്ഷക്കാരൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഈ ഇടതുപക്ഷത്തിന് മുഖച്ഛായ തന്നെ മാറിയേനെ. അതുമല്ലെങ്കിൽ കുറെ കാലം ശ്രീ മദനിയെ തോളിലേറ്റി നടന്നു, പിന്നീട് പശ്ചാത്തപിക്കേണ്ടി വന്നു, തിരുത്തേണ്ടി വന്നു എന്ന് പറയുന്നത് പോലെ SNDP-യോട് താല്പര്യമില്ലാത്തവർ ഒന്നിച്ചുകൂടിയാൽ, ഒത്തുചേർന്നാൽ ഇന്ന് കോൺഗ്രസ് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് CPM ചെന്നെത്തിയേക്കാം. ഒരു സംശയവും വേണ്ട. സൂക്ഷിച്ചാൽ നന്ന്. താങ്ക് യു.